ഉദയ്പൂർ 2-ാം ദിവസം. ഒരു ഗുൽക്കട്ട് കുടിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങിയത്. ഒരു മൺഗ്ലാസിൽ നൽകുന്ന ചായയാണ് ഗുൽക്കട്ട് എന്ന് പറയുന്നത്. 20 രൂപയാണ് ഒരു ഗുൽക്കട്ടിൻ്റെ വില. കുടിച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ് കളയുകയോ അതുപോലെ തന്നെ ഗ്ലാസ് വീട്ടിൽ കൊണ്ടുപോവുകയോ ചെയ്യാൻ സാധിക്കും. ചായയെ ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുടിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ ഗുൽക്കട്ട്. 8:30യോടുകൂടി യാത്ര ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ തലേദിവസത്തെ ക്ഷീണം കാരണം അത് നടന്നില്ല. അതിനാൽ 9:30യോടുകൂടിയാണ് യാത്ര ആരംഭിച്ചത്. ഗുൽക്കട്ട് കുടിച്ചതിന് ശേഷം ഓട്ടോയിലാണ് ഞങ്ങൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയത്. മോണു എന്നാണ് ഓട്ടോ ഡ്രൈവറുടെ പേര്. ഫത്തേസാഗർ ലേക്കിലേക്കാണ് മോണു ഞങ്ങളെ ആദ്യമായിട്ട് കൊണ്ടുപോയത്. ഉദയ്പൂരിലെ ഏറ്റവും പ്രശസ്തമായ തടാകങ്ങളിലൊന്നാണ് ഈ ഫത്തേസാഗർ. ഫത്തേസാഗർ ലേക്കിൽ ആകെ 3 ദ്വീപുകളുണ്ട്. മഹാറാണ ഫത്തേ സിംഗിൻ്റെ പേരിലുള്ള തടാകമാണിത്. മോണു ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഇവിടെ ബോട്ടിങ് പറ്റുന്നതാണ്, പക്ഷേ ആ ദ്വീപിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ശേഷം കുറച്ചു നേരം അതിനു ചുറ്റും ഞങ്ങൾ സമയം ചിലവഴിക്കുകയുണ്ടായി. കുതിരസവാരി, ഒട്ടകസവാരി മുതലായവ ഇതിനു ചുറ്റും ലഭ്യമാണ്. പിന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ വൃത്തിയാണ്. വളരെ വൃത്തിയോടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ സംരക്ഷിച്ചു പോരുന്നത്. ഇവിടെ ഈ മരം കയറുന്ന കുട്ടി നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞങ്ങളുടെ കൂടെയുള്ള താര അത് കൗതുകത്തോടെ നോക്കി നിന്നു. കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വൃദ്ധൻ ഞങ്ങളെ കൈകാട്ടി വിളിച്ചു. എന്നാലും ഞങ്ങൾക്കങ്ങോട്ട് പോവാൻ സാധിച്ചില്ല. വീണ്ടും യാത്ര തുടർന്നു. അടുത്തതായി പോയത് അതിനടുത്ത് തന്നെയുള്ള ഒരു വാക്സ് മ്യൂസിയത്തിലേക്കാണ്. മൈക്കിൾ ജാക്സനെ കണ്ടപ്പോൾ തന്നെ പ്രമോദ് ഏട്ടൻ സ്റ്റെപ്പുകൾ ഇടാൻ തുടങ്ങി. ഒബാമയുടെ കൂടെ വൈറ്റ് ഹൗസിലിരുന്ന് ഒരു ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഇതിലൂടെ നടത്തുവാൻ സാധിച്ചു. നിരവധി ലോക പ്രശസ്തരുടെ പ്രതിമകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടേക്കുള്ള എൻട്രി പാസ് 200 രൂപയാണ്. അടുത്തത് ഞങ്ങൾ പോയത് ഒരു മിറർ ഹൗസിലേക്കാണ്. ചുറ്റും കണ്ണാടികളായതിനാൽ വഴി പോലും കാണാൻ സാധിക്കാത്ത ഒരു അനുഭവമായിരുന്നു അത്. എവിടെ തിരിഞ്ഞാലും പലതരത്തിലുള്ള കണ്ണാടികളും പല കളറിലുള്ള ബൾബുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ദൃശ്യാനുഭവമാണ് നൽകിയത്. വീണ്ടും മോണുവിൻ്റെ കൂടെ യാത്ര തുടങ്ങി. 800 രൂപയാണ് ഒരു ദിവസത്തെ ഓട്ടോ ചാർജ്. അടുത്തതായി പോയത് ഷെഹേലിയോൻ കി ബാരിയിലേക്കാണ്. വളരെ ശാന്തമായ ഒരു പ്രദേശം. നിരവധി ടൂറിസ്റ്റുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഉദയ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത്. 60 രൂപയാണ് ഇവിടുത്തെ പാസ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വളരെ മനോഹരമായ സ്ഥലമാണിത്. ഇവിടെയുള്ള ബോഗൺ വില്ലകളെല്ലാം വളരെ മനോഹരമായി ഗാർഡനിങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഞങ്ങളതിന് ചുറ്റും നടന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണുകയുണ്ടായി. ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. 10 പേർക്ക് വരെ ഇരിക്കാവുന്ന ഓട്ടോ ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ വ്യത്യസ്തമായ ഒന്ന്. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയുണ്ടായി. ശേഷം ഞങ്ങൾ പോയത് ഒരു ട്രോളി ട്രെയിൻ കാണാനാണ്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഊട്ടിയിൽ മാത്രമേ ഇത് കാണാൻ സാധിച്ചുള്ളൂ. ഇത് ഈ വരുന്നതാണ് ഞങ്ങൾ കയറാൻ പോകുന്ന ട്രോളി ട്രെയിൻ. 60 രൂപയാണ് ട്രോളി ട്രെയിനിൽ കയറാനുള്ള പാസ്. ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്തി. പക്ഷേ ഡ്രൈവർ എന്നെ ഒരു ദയം കൂടാതെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ഏകദേശം 5 കിലോമീറ്ററോളം കാട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. ഞങ്ങളുടെ മുൻപിലിരുന്ന യാത്രക്കാരുടെ ചിത്രങ്ങൾ പകർത്തുന്നത് കണ്ട് അവർ ഞങ്ങൾക്ക് ടാറ്റ തന്നു. ഇവിടെയും ചെറിയ രീതിയിലുള്ള ബോട്ടിങ് നമുക്ക് കാണാൻ സാധിക്കും.
ഏകദേശം അരമണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചെന്നത് സിറ്റി പാലസിലേക്കാണ്. ബഗ്ഗിയിലാണ് ഞങ്ങളുടെ അങ്ങോട്ടേക്കുള്ള യാത്ര. ഇവിടെയും 60 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് മെയിൻ എൻട്രൻസിൽ നിന്നും പാലസിലേക്ക്. ഒരു തടാകത്തിന് സൈഡിലാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും താമസമുള്ള ഒരു പാലസാണ് ഇത്. ഇതിൽ പ്രവേശിക്കാൻ 120 രൂപയാണ് ചാർജ്. കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കാൻ 400 രൂപയും. മെയിൻ എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം രാജസ്ഥാനിലെ തനത് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന സ്ത്രീകളെ കാണാൻ സാധിച്ചു. വളരെ മനോഹരമായ വലിയൊരു കൂറ്റൻ കൊട്ടാരമാണിത്. ഇതിന് ഉള്ളിലെ കാഴ്ചകളൊന്നും ഫോട്ടോയിലേക്ക് പകർത്തുവാൻ സാധിച്ചിരുന്നില്ല. രാജസ്ഥാനിലെ തനത് രജപുത്രരുടെ വാസ്തുശൈലിയിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. താര ആനയുടെ അടുത്ത് നിന്നും ഒരു ഫോട്ടോ എടുക്കുകയുണ്ടായി. ഭീമാകാരമായ പ്രതിമകളും ചുവർച്ചിത്രങ്ങളുമാണ് നമുക്കിവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. ഉദയ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാരങ്ങളിലൊന്നാണ് ഇത്. രണ്ട് ആനകൾ തമ്മിൽ മൽപ്പിടുത്തം നടത്തുന്ന ഒരു ശില്പം നമുക്കിവിടെ കാണാൻ സാധിക്കും. യാതൊരു കേടുപാടുകളും കൂടാതെ ഇവ സംരക്ഷിച്ചു പോകുന്നു. ഇവിടെ ധാരാളം ഭക്ഷണശാലകളും ഷോപ്പിങ്ങിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും പറ്റിയ സ്ഥലങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം ഇവിടെ ചെലവഴിക്കുകയുണ്ടായി. ഇതാണ് സിറ്റി പാലസിലെ പ്രധാന കവാടം. വീണ്ടും ഓട്ടോയിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. പിന്നീട് പോയത് ഉദയ്പൂരിലെ ശില്പഗ്രാമത്തിലേക്കാണ്. ഏകദേശം ഇവിടെയുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും എൻട്രി ഫീസ് 60 രൂപ തന്നെയാണ്. ഉദയ്പൂരിലെ പഴയ ജനങ്ങളുടെ വീടുകളും പരമ്പരാഗത ശൈലികളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ വൃത്തിയോടുകൂടി തന്നെ അവരിപ്പോഴും അത് പരിപാലിച്ചു പോകുന്നു. പരമ്പരാഗതമായ നാടോടി നൃത്തം അവതരിപ്പിക്കുന്ന സ്ത്രീകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പലതരത്തിലുള്ള മണ്ണുകൊണ്ടും തടി കൊണ്ടും ഉണ്ടാക്കിയ പുരാതന വീടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടെ തനത് നാടോടി ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നാടോടി ഗാനങ്ങൾ ആലപിക്കുന്ന ഇവിടുത്തെ കലാകാരന്മാർ നമുക്ക് ഒരു കൗതുക കാഴ്ചയായിരുന്നു. വളരെയധികം ടൂറിസ്റ്റുകൾ അവർക്ക് ടിപ്പുകൾ നൽകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു.
പുല്ലുമേഞ്ഞ വീടുകൾ വീണ്ടും കൗതുകമുണർത്തുകയുണ്ടായി. നിരവധി കലാകാരന്മാരെ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുകയുണ്ടായി. പഴയ കാളവണ്ടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 40 ഡിഗ്രി അടുത്ത് ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. വളരെ വ്യത്യസ്തമായ രീതിയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ മതിലുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കല്ലുകൊണ്ടുണ്ടാക്കിയ വീടുകൾ, അതുപോലെ തന്നെ പുല്ലുമേഞ്ഞ വീടുകൾ എല്ലാം ഇവിടെയുണ്ട്. പുറമെ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ തനതായ ശൈലിയിൽ വസ്ത്രം നിർമ്മിക്കുന്ന ആളുകളുടെ കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവധി ദിവസങ്ങളിൽ അവരെ സഹായിക്കാൻ എത്തുന്നതാണിവിടെ. അവർ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളുടെ മേന്മകളാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. മതിലുകളിൽ നിരവധി ചുവർ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും. വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടി പരമ്പരാഗത ശൈലിയിൽ നൃത്തം ചെയ്യുന്ന കലാകാരന്മാരാണ് ഇവിടെ കാണുന്നത്. ഈ നൃത്തം കാണുവാനായി വളരെയധികം വിനോദസഞ്ചാരികൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ കൗതുകത്തോടെ ഈ നൃത്തം ഫോണിലേക്ക് പകർത്തുന്നുണ്ടായിരുന്നു. കാഴ്ചക്കാരും അവരുടെ കൂടെ നൃത്തത്തിൽ പങ്കാളികളാവുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. ഒരു കൗതുകത്തിന് ഞാനും അവരുടെ കൂടെ നൃത്തം ചെയ്യുകയുണ്ടായി. വളരെ മികച്ചൊരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ സമ്മാനിച്ചത്. ഇവിടെ തനതായി നിർമ്മിച്ച കരകൗശല വസ്തുക്കളും മറ്റും വിപണനം ചെയ്യുന്ന കടകൾ നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതിനുശേഷം ഞങ്ങൾ എത്തിയത് ദൂത്താലി ലേക്കിലേക്കാണ്. ഇത് ഇവിടുത്തെ രാജാവ് റാണിക്കായി സമ്മാനിച്ച ഒരു അത്ഭുത നിർമ്മിതിയാണ്. വിനോദസഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. വെളുത്ത മാർബിൾ കൊണ്ടാണ് ഈ നിർമ്മിതി നിർമ്മിച്ചിരിക്കുന്നത്. അരമണിക്കൂറോളം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചു. ഇവിടെ പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. ഇവിടെ വളരെയധികം ചിത്രങ്ങളും വീഡിയോകളും ഞങ്ങൾ എടുക്കുകയുണ്ടായി. പ്രമോദിയേട്ടൻ്റെ അച്ഛനെ ഇവിടുത്തെ കാഴ്ചകൾ വളരെ കൗതുകമുണർത്തുകയുണ്ടായി. വീണ്ടും ഞങ്ങൾ എത്തിയത് അമ്രായി ഘട്ടിലേക്കാണ്. ഇവിടം ഒരു വോക്ക് വേ പോലാണ്. അമ്രായി ഘട്ടിൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാരിയെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. സന്ധ്യാസമയത്താണ് ഇവിടെ എത്തിയത്. ഇവിടുത്തെ സന്ധ്യാസമയം വളരെ മനോഹരമാണ്. ഇടയ്ക്കിടെ വീശുന്ന തണുത്ത കാറ്റ് രാജസ്ഥാനിലെ ചൂടിൽ നിന്നും ഒരു ആശ്വാസം നൽകുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളിവിടെ ചിലവഴിച്ചു. ഒരു മിനി വാരണാസിയെ തോന്നിപ്പിക്കും വിധം ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഘടന എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. കല്ലിൽ കൊത്തുപണികൾ നടത്തുന്ന ഒരു ശില്പിയെ ഇവിടെ കാണാൻ സാധിച്ചു.
ഏറെ നേരം ഞങ്ങളത് നോക്കി നിന്നു. തിരിച്ച് ഞങ്ങൾ ഉദയ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുകയുണ്ടായി. അതിനുശേഷം അജ്മീർ ആയിരുന്നു അടുത്ത ലക്ഷ്യം.